നല്ല ദേഷ്യമുണ്ട്. ഇന്ന് ഞാൻ തളിപ്പറമ്പ് പോകുമ്പോൾ ഗവൺമെന്റ് ആശുപത്രിന്റെ അവിടെ എത്തുമ്പോൾ ഭയങ്കര തിരക്കേനും ബസ്സിൽ പെണ്ണുങ്ങളും കുട്ടികളും കൂടിയിട്ട് തിക്കിക്കേറി. ഓരോ സ്റ്റോപ്പിലും ഡ്രൈവർ ബസ് നിർത്തുന്നുണ്ട്. ആളിറങ്ങാനില്ലെങ്കിൽ കൂടി കയറ്റാൻ വേണ്ടിയിട്ട് ബസ് നിർത്തുന്നുണ്ട്. ഒരു വാക്ക് കേരള മക്കളെ, സീനാണ് മക്കളെ ഒന്നും ഇവർ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു സ്റ്റോപ്പ് എത്തിയിട്ട് രണ്ടുമൂന്ന് കുട്ടികൾ കയറുമ്പോൾ ബസ്സിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ഇവർ നിന്നിട്ട് മര്യാദക്ക് നിന്നിട്ടില്ല. ഡോർ അടക്കാൻ പറ്റുന്നില്ല, ഡോർ അടച്ചിട്ടില്ല. അപ്പൊ ബസ് കുറച്ച് നീങ്ങി. ഇപ്പൊ ഞാൻ കണ്ടക്ടറോട് ഭയങ്കര ചൂടായി. കണ്ടക്ടർ ഭയങ്കര ഡയലോഗ്. അപ്പൊ ഞാൻ ബസ് ഇറങ്ങുമ്പോൾ ഡ്രൈവറോട് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോ കണ്ടക്ടർ വന്നിട്ട് വീണ്ടും ഡയലോഗ്. അവര് നമുക്ക് കേസ് കൊടുക്കും, കുട്ടികൾ കേസാക്കും, കേട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, നിർത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നം. ശരിയാണ്. പക്ഷെ ഞാൻ ചോദിച്ചു ഇങ്ങനെ ആയ കേസല്ലേ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു കൊണ്ടുപോയി കേസ് കൊടുത്ത് ബസ്സിന്റെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. ഞാൻ ചോദിക്കട്ടെ, ആർക്കൊന്നും വരാതിരിക്കട്ടെ, ഡ്രൈവർമാരോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്, ആരും ഞാൻ കുറ്റമല്ല പറയുന്നത്. പക്ഷെ ബസ്സിലുള്ള ആൾക്കാർക്ക് ലോഡ് അധികമായിട്ട് എന്തെങ്കിലും ബസ്സിനോ ആൾക്കാർക്കോ സംഭവിച്ചാലോ ആ കുട്ടികൾക്ക് സംഭവിച്ചാലോ എല്ലാരും നിങ്ങളെ മാത്രമേ കുറ്റം പറയൂ. നാട്ടുകാരും വീട്ടുകാരും ബസ്സിലുള്ള ആൾക്കാർ യാത്രക്കാരൊന്നും ആരും കുറ്റം പറയാൻ നിൽക്കൂല. ഡ്രൈവറെയും കണ്ടക്ടറെയും മാത്രമേ പറയൂ. നിങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ ആരും കുറ്റപ്പെടുത്തിയല്ലേ ഇന്ന് ന്യായമായിട്ടുള്ള കാര്യം പറയുന്നത്. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ പറയാം, സ്റ്റെപ്പുമ്പിൽ നിന്നിട്ട് വരേണ്ട അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ആ ബസ്സിൽ കയറാതിരിക്കുക. കുട്ടികളോടും പറയാനുള്ളത്, മുതിർന്ന ആൾക്കാരോട് പറയാനുള്ളത്, തിക്കും തിരക്കുള്ള ബസ്സിൽ ദയവ് ഇത് കയറല്ലേ. അന്നേരം പറയും വിധിയാണ്, വിധിയിൽ വിശ്വസിക്കുന്നത് തന്നെയാണ് ഞാനും എന്ന് കരുതിയിട്ട് എന്നാ പിന്നെ സ്കൂട്ടറിന് ഹെൽമെറ്റ് വേണ്ട, കാറിന് സീറ്റ് ബെൽറ്റ് വേണ്ട, ബസ്സിന് ഡോറും വേണ്ട, എല്ലാം വിധി എന്ന് പറയാലോ.